സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവരും ഈ രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കിയ സത്യപ്രതിജ്ഞയായിരുന്നു പിണറായി വിജയന്റേത്. പിണറായി MLA ആയി ചുമതലയേൽക്കുമ്പോൾ പ്രോടേം സ്പീക്കറുടെ കസേരയിൽ പാർട്ടിയോടിടഞ്ഞ ജി സുധാകരൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പിണറായി ജി സുധാകരനെ തൊഴുത് അരികിലെത്തി ചിരിച്ചു കൈകൊടുത്തു. ജി സുധാകരനും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പിണറായിയുടെ അരികിലേക്ക് ചെന്നു. രാഷ്ട്രീയത്തിനുപരിയായി വ്യക്തിബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീ M. വിജിൻ. ശ്രീ M. വിജിൻ. മഹേഷ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. മഹേഷ്, നമുക്കെല്ലാം അറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ വലിയ തരത്തിലുള്ള വാക്പോരുമായി വന്ന രണ്ടാളുകളാണ് പിണറായി വിജയനും അതുപോലെ തന്നെ ജി സുധാകരൻ. ഒരുപാട് രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ ഇരുവരുടെയും പേരിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ഈ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ എന്ന് പറയുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കിയത് പിണറായി വിജയൻ ജി സുധാകരന് മുൻപിൽ വന്ന് എങ്ങനെയാകും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വളരെ ഹൃദ്യമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് നമ്മൾ അവിടെ നിന്നും കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇന്ന് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഭവം? വിവരിക്കാം. സ്വാതി, പാർലമെന്ററി മര്യാദയുടെ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഇന്ന് ഈ കേരള നിയമസഭയുടെ 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിൽ കണ്ടതെന്ന് പറയാം. 3.5 മണിക്കൂറോളം നീണ്ട ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവരും ഉറ്റുനോക്കിയത് മുൻ മുഖ്യമന്ത്രിയും നേരിട്ട് പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെയും പലരും പിണറായി വിജയൻ ഈ ചടങ്ങിന് എത്തുമോ, ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുകയുണ്ടായി. എന്നാൽ അതിനൊന്നും ആ കാര്യങ്ങൾക്കൊന്നും അത്ര സംശയങ്ങളോ ആശങ്കകൾക്കൊന്നും ഇടകൊടുക്കാതെ തന്നെ ഇന്നലെ തന്നെ കണ്ണൂരിൽ നിന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. രാത്രി എത്തിയിരുന്നു. അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹം നിയമസഭയിൽ എത്തുകയും ചെയ്തു. മാത്രമല്ല, പിണറായി വിജയൻ്റെ പേര് വിളിക്കുമ്പോൾ സത്യപ്രതിജ്ഞ വിളിക്കുമ്പോൾ ഡെസ്കിൽ കൈയടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഭരണപക്ഷ ബെഞ്ചും ചെയ്തത്. അതൊരു മാതൃകാപരമായ നടപടി കൂടിയായി. അതിനുശേഷം പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം അദ്ദേഹം സ്പീക്കറുടെ പ്രോടേം സ്പീക്കറാണ് ഇപ്പോൾ, അത് ജി സുധാകരനാണ്. സ്പീക്കർ ഇരിക്കുന്ന പ്രോടേം സ്പീക്കർ ഇരിക്കുന്ന ഡയസിലേക്ക് അദ്ദേഹം നടന്നു കയറി. അദ്ദേഹം ഡയസിലേക്ക് എത്തുമ്പോൾ തന്നെ ജി സുധാകരൻ എഴുന്നേൽക്കുക മാത്രമല്ല, അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് നടന്നു വന്ന് പിണറായി വിജയനെ സ്വീകരിക്കുകയായിരുന്നു. പിണറായി വിജയന് ഹസ്തദാനം നൽകി, അത് കൈകൂപ്പി ഹസ്തദാനം നൽകി. പിന്നീട് പിണറായി വിജയൻ്റെ തോളത്ത് ഒരു സൗഹൃദത്തോടെ സ്നേഹത്തോടെ തട്ടുന്ന കാഴ്ച കൂടി കാണാമായിരുന്നു. അങ്ങനെ ഒരു വളരെ ഊഷ്മളമായ ഒരു കാഴ്ചയാണ്, ഒരു രാഷ്ട്രീയ കാഴ്ചയ്ക്കപ്പുറം ഒരു രണ്ട് മനുഷ്യർ തമ്മിലുള്ള രണ്ട് പേർ അവർ ഒന്നിച്ച് പ്രവർത്തിച്ചു, രണ്ട് വഴിക്കുകൾ പിരിഞ്ഞു. ആ സമയത്ത് പലതരത്തിലുള്ള വാക്പോരുകൾ ഉണ്ടായി, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിൽ പോലും ഊഷ്മളമായ ഒരു ബന്ധം, ആ ബന്ധം ഇല്ലാതായിട്ടില്ല എന്ന് തെളിയിക്കുന്ന പാർലമെൻ്ററി മര്യാദയുടെ ഒരു മാതൃക കൂടിയാണ് ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടത്. അതുമാത്രമല്ല, CPM നിന്നും പിണങ്ങിപ്പിരിഞ്ഞു പോയ TK ഗോവിന്ദൻ, തളിപ്പറമ്പിൻ്റെ MLA, അദ്ദേഹം ആദ്യം തന്നെ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്ന് പിണറായി വിജയന് ഹസ്തദാനം നൽകി. അതിനുശേഷമാണ് പിണറായി വിജയൻ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. V. കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂരിൽ നിന്നും ജയിച്ച CPM അംഗനായ V. കുഞ്ഞികൃഷ്ണനും ആദ്യം വന്ന് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് വന്ന് അവിടെ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് പ്രത്യഭിവാദ്യം പിണറായി വിജയനും ചെയ്തു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അത്തരത്തിൽ പാർലമെന്ററി മര്യാദ എന്താണ് എന്നുള്ളത് തെളിയിക്കുകയായിരുന്നു 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളന ദിവസം എന്ന് തന്നെ പറയാം. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ദിവസം. ശരി മഹേഷ്, അത് തന്നെയാണ് ഈ ഒരു പാർലമെന്ററി മര്യാദ ഏത് രീതിയിൽ പാലിക്കണം എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ അത് വ്യക്തമാക്കി തരുന്ന കാഴ്ചകളാണ് ഇന്ന് ഈ ഒരു MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും അവിടെ നിന്നും കാണുവാനായി സാധിച്ചത്.